ഭാരങ്ങളധികം വേണ്ടിനി കാരീരും വാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനും പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ, ഏരിക്കായി പിളർന്ന പാറമേ, ഏരിക്കായി പിളർന്ന പാറമേ. തീരകളരുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാനേലനാ ആശയത്തെന്നു തോന്നുമ്പോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ദുഃഖങ്ങളേറുമ്പോ മാനപീഡകളേറുമ്പോ ക്രൂശിൽ പങ്കപ്പടേറ്റതാ യേശു മാത്രമെന്ന ഭയം മാറിൽ ചേർത്തണച്ചിടും ചേറ്റിൽ നിന്നു ഉയർത്തിടും കാതിൽ സാന്ത്വനമോദിടും കാതിൽ സാന്ത്വനമോദിടും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 21 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്ന് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. ഈ യൗസേപ്പിൻ്റെ ജീവിതം 4 വാക്കുകളിൽ സംഗ്രഹിക്കാം. 4 വാക്കുകൾ: പിറ്റ്, പ്രിസൺ, പാലസ്, പാരഡൈസ്. പിറ്റ് പൊട്ടക്കിണർ, കുഴി. പ്രിസൺ കാരാഗൃഹം, ജയിൽ. പാലസ് കൊട്ടാരം, അന്തഃപുരം. ആൻഡ് പാരഡൈസ് സ്വർഗം. ദൈവത്തിന് സ്തോത്രം. ഫ്രം പിറ്റ് ടു പ്രിസൺ, ആൻഡ് ഫ്രം പ്രിസൺ ടു പാലസ്, ആൻഡ് ഫ്രം പാലസ് ടു പാരഡൈസ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ വളർച്ച? ഈ വളർച്ച എങ്ങനെ കിട്ടി? ഈ ഉയർച്ച എങ്ങനെ കിട്ടി? യാതൊരു കാരണവശാലും അശുദ്ധി പറ്റുകയില്ല എന്ന് യൗസേപ്പ് തീരുമാനിച്ചു. ഒരു കാരണവശാലും തെറ്റുപറ്റുകയില്ല എന്ന് യൗസേപ്പ് തീരുമാനിച്ചു. വലിയ തീരുമാനമായിരുന്നു. എന്നാലോ സാഹചര്യം അനുകൂലമല്ലായിരുന്നു. സാഹചര്യം അനുകൂലമല്ലായിരുന്നു. കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത്, യൗസേപ്പിന് ഇപ്പോൾ ഓർമ്മയുണ്ട്, കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് അപ്പൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നത്. ബേത്ലഹേം എഫ്രാത്തയിൽ നിന്ന് സ്വന്തം അമ്മയുടെ ഡെഡ് ബോഡി അടക്കം ചെയ്തിട്ട് അപ്പൻ ചോരക്കുഞ്ഞിനെ കയ്യിലേന്തി, ബെന്യാമീനെ കയ്യിലേന്തി, യൗസേപ്പിൻ്റെ കയ്യിൽ മറ്റേ കൈ കൊണ്ട് പിടിച്ച് അപ്പൻ വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് നടക്കുന്ന നടപ്പ് യോസേപ്പിന് ഓർമ്മയുണ്ട്. കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഓർമ്മയുണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ ഇതൊക്കെ ഓർക്കും. പഴയ കഥകൾ ഓർക്കും. ജയിലിൽ കിടക്കുമ്പോൾ ഓർക്കാൻ അനേകം കാര്യങ്ങളുണ്ടല്ലോ. ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ. ധാരാളം സമയമുണ്ട്. ജയിലിനകത്ത് ധാരാളം സമയമുണ്ട്. ഓർക്കാം, ഇഷ്ടംപോലെ ഓർക്കാം. എന്തൊക്കെയാണ് ഓർക്കുന്നത്? അന്ന് അമ്മ മരിച്ചത്, അപ്പൻ വാവിട്ട് കരഞ്ഞത്, അപ്പൻ ചോരക്കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തത്,
ധാത്രി അപ്പൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തത്, എന്നിട്ട് യാത്ര തുടർന്നത്, അമ്മയുടെ ഡെഡ് ബോഡി അടക്കം ചെയ്തിട്ടുള്ള യാത്ര ഓർക്കുമ്പോൾ യൗസേപ്പിൻ്റെ കണ്ണ് നിറയും. പഴയ കഥകൾ ഓർക്കുമ്പോൾ കണ്ണ് നിറയും. എന്തൊരു ജീവിതം എന്ന് കർത്താവേ, യൗസേപ്പ് ഓർക്കും, എൻ്റെ കർത്താവേ എന്തൊരു ജീവിതം. ഈ ചെറുപ്രായത്തിനകത്ത്, ഈ 17 വയസ്സിനകത്ത് എന്തെല്ലാം സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ. യൗസേപ്പ് ഓർക്കുകയാണ്, എത്ര സംഭവവികലമായിരുന്നു ഈ 17 വർഷം. ദൈവമേ, ഓരോന്നോരോന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ രോമാഞ്ചമണിഞ്ഞു പോകുന്നു, ഇപ്പോൾ വിതുമ്പിപ്പോകുന്നു. എൻ്റെ കർത്താവ് എന്തായിരുന്നു ജീവിതം. യൗസേപ്പ് ഓർക്കുകയാണ്, കാരാഗൃഹത്തിൽ കിടന്നാണ് ഓർക്കുന്നത്. അമ്മയുടെ വലിയ ഒരു മുറവിളി, അവിടെ ഗർഭഗൃഹത്തിന് പുറത്ത് കേട്ടതായ മുറവിളി, അപ്പൻ ഏങ്ങടിച്ച് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ ഗർഭഗൃഹത്തിലേക്ക് ഓടിക്കയറാൻ നോക്കിയത്. അപ്പോൾ ധാത്രി വന്ന് ചോരക്കഞ്ഞ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് റാഹേൽ മരിച്ചുപോയി എന്ന് പറയുന്നത്. അയ്യോ, വാവിട്ടൊരു നിലവിളി. അമ്മയുടെ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ എല്ലാവരും കൂടി ബന്ധപ്പെടുന്നത്, അവിടെ റോഡരിയിൽ അവിടെ തന്നെ കുഴി കുഴിച്ചത്, എല്ലാം മനസ്സിലേക്ക് വരികയാണ്. എന്തൊരു ജീവിതം. സ്തോത്രം. നമുക്കും ഓർക്കാം, പല പല കാര്യങ്ങൾ ഓർക്കാം. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദുഃഖത്തിൻ്റെ ഓർമ്മകളുണ്ടാകും, ഏങ്ങലടിയുടെ ഓർമ്മകളുണ്ടാകും, വിതുമ്പി കരച്ചിലിൻ്റെ ഓർമ്മകളുണ്ടാകും. നാം ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഉള്ളത്തിൽ വെന്ത് നീറിക്കൊണ്ട് പല പല കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പ് ഓർക്കുകയാണ്, അപ്പൻ അങ്ങനെ പോകുമ്പോഴെല്ലാം യൗസേപ്പിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കാരണം അപ്പൻ യൗസേപ്പിനോട് വലിയ പ്രിയമാണ്. മറ്റെല്ലാ മക്കളുമുണ്ട്, ബാക്കി വേറെ ബെന്യാമീൻ ഉൾപ്പെടെ 11 മക്കളുണ്ട്. പക്ഷേ യൗസേപ്പിനോടായി ഏറ്റവും കൂടുതൽ പ്രിയം. അതുകൊണ്ട് അവിടെ എത്തിയതിന് ശേഷം യൗസേപ്പിന് ഒരു പുതിയ ഉടുപ്പുണ്ടാക്കി കൊടുത്തു, വിലയേറിയ ഉടുപ്പ്. അപ്പൻ മോനോടുള്ള വാത്സല്യം കൊണ്ടാണ്. പക്ഷേ അത് കണ്ടപ്പോഴേക്കും ചേട്ടന്മാർക്കൊക്കെ അസൂയ, എല്ലാവർക്കും അസൂയ. യൗസേപ്പ് ഓർത്തു, എൻ്റെ ദൈവമേ, ഇവരെന്തിനാണ് എന്നോട് ഇങ്ങനെ വഴക്കാക്കുന്നത്, എന്നോട് ഈ വഴക്കൂടുന്നത് എന്തിനാ? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ, ഞാൻ കഴിവുള്ള ഉപകാരമൊക്കെ ചെയ്യുന്നല്ലേ ഉള്ളൂ, ഞാൻ മധുരവാക്കുകൾ പറയുന്നല്ലേ ഉള്ളൂ, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, ഞാൻ ആരുടെയും വഴി മുടക്കുന്നില്ലല്ലോ, പിന്നെ എന്തിന് എന്നെ എല്ലാവരും വഴക്കടിക്കുന്നു, എന്നോട് ദേഷ്യപ്പെടുന്നു. യൗസേപ്പിനോട് അവർക്ക് അസൂയ തോന്നി. 37 അധ്യായം എടുക്കൂ, 37 അധ്യായം വായിക്കാം, 3-ാം വാക്യം. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. എല്ലാ മക്കളിലും വെച്ച് യൗസേപ്പിനെ അധികം സ്നേഹിച്ചു, ഒരു നിലയങ്കി ഉണ്ടാക്കിച്ചു കൊടുത്തു. എന്നിട്ടോ അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. സഹോദരന്മാർ കണ്ടു, ഞങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ യൗസേപ്പിനെ അപ്പന് സ്നേഹം, അതുകൊണ്ട് അവനെ പകച്ചു. പിന്നെ അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവനോട് സംസാരിക്കുമ്പോഴെല്ലാം അവർക്ക് ദേഷ്യം വരും. യൗസേപ്പ് ബാബു എന്തെങ്കിലും ശാന്തമായി സംസാരിച്ചോട് ചെല്ലുമ്പോഴേക്കും അവർക്ക് ദേഷ്യം വരിക. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അടുത്ത വാക്യം. യോസേഫ് ഒരു സ്വപ്നം കണ്ടു, അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവനൊരു വിഷയനുണ്ടായി, ഒരു സ്വപ്നമുണ്ടായി, വളരെ മനോഹരമായ സ്വപ്നമാണ്. അവൻ്റെ ശുദ്ധഗതി കൊണ്ട് ഈ അവന് കിട്ടിയ സ്വപ്നം മറ്റുള്ളവരെ അറിയിച്ചു, ഒന്ന് ഷെയർ ചെയ്തു. അവന് കിട്ടിയൊരു സ്വപ്നം, അവൻ്റെ മനസ്സിൽ ഊറിത്തെളിഞ്ഞു വന്നൊരു സ്വപ്നമുണ്ട്, മനസ്സിലിങ്ങനെ പതിഞ്ഞു പൊന്തിയൊരു സ്വപ്നമുണ്ട്, എപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം, അവൻ്റെ സ്വപ്നം അവൻ്റെ മനസ്സിലിരുന്നാൽ മതിയായിരുന്നു, പക്ഷേ അവനത് മറ്റുള്ളവരെ അറിയിച്ചു. അത് നല്ല ലക്ഷണമാണ്. തനിക്ക് കിട്ടിയ ആ വലിയ ഭാവിയെക്കുറിച്ചുള്ള മോഹന വാഗ്ദാനത്തിൻ്റെ സ്വപ്നം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു, അത് നല്ല ലക്ഷണമാണ്. പക്ഷേ അത് സൂക്ഷിച്ച് വേണമായിരുന്നു. കാരണം അവർ അസൂയാലുക്കളാണ്, അവർ സ്നേഹിതരല്ല, അവർ കാര്യം സഹോദരന്മാരാണ്, പക്ഷേ അവർ പകയ്ക്കുന്നവരാണ്. അവരോട് ഈ സ്വപ്നം പറഞ്ഞു, അവരധികം പിന്നെയും പകച്ചു. പിന്നെ അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു, പകച്ചു. അവനോട് അസൂയ തോന്നി, സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അവർ പിന്നെയും അധികം ദ്വേഷിച്ചു. അടുത്ത വാക്യം. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. സഹോദരന്മാർക്ക് ഈ യൗസേപ്പിനോട് അസൂയ തോന്നി. ആ ചെറുപ്രായം മുതലേ എതിർപ്പിൻ്റെ മധ്യത്തിലായി അവൻ വളരുന്നത്. ആ ചെറുപ്രായം മുതലേ ദുരിതങ്ങളുടെ മധ്യത്തിലായി വളരുന്നത്. അമ്മ മരിച്ച ദുഃഖമുണ്ട് ഒരു വശത്ത്, ഏകാഗിയായി പോയ ദുഃഖമുണ്ട് ഒരു വശത്ത്. ലേയയുടെ കുഞ്ഞുങ്ങളെ ലേയ ലാളിക്കുന്നത് കാണുമ്പോൾ യൗസേപ്പിനുള്ളിൽ കൊതി തോന്നും, എനിക്ക് എന്നെ ലാളിക്കാൻ എനിക്ക് അമ്മയില്ലല്ലോ. റാഹേലിൻ്റെ ജ്യേഷ്ഠത്തിയായ ലേയ അവളുടെ മക്കൾ ലാളിക്കുന്നത് കാണുമ്പോൾ യൗസേപ്പിന്, അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് അമ്മയില്ലല്ലോ, എന്നെ ഒന്ന് ലാളിക്കാൻ, എന്നെ നോമനിക്കാൻ, എന്നെ ഒന്ന് കൊഞ്ചിക്കാൻ എനിക്ക് ഒരമ്മയില്ലല്ലോ. യൗസേപ്പിൻ്റെ ഉള്ളിൽ വേദന. യൗസേപ്പ് വേദനിച്ച് പൊളയുകയാണ്, വേദനിച്ച് വലയുകയാണ്.
ദൈവത്തിന് സ്തോത്രം. പക്ഷേ വേദനയിൽ കൂടിയുള്ള ആയിരുന്നെങ്കിലും അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലുള്ള ഒരു വളർച്ചയായിരുന്നു, ദൈവത്തിന് കൃപ ലഭിച്ച വളർച്ചയായിരുന്നു. സഹോദരങ്ങളെ, നാം വളരട്ടെ തളരട്ടെ, വളർന്നാലും ശരി തളർന്നാലും ശരി, നാം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രസാദമുള്ളവരായി തീരണം. ഏത് രംഗത്തായാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലുള്ളവരായി നമുക്ക് നിൽക്കണം. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഭദ്രത, പ്രത്യേക സംരക്ഷണം നമുക്ക് വേണം. എ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടും. നാം വിശ്വസിച്ചാൽ നമുക്ക് കിട്ടും, ചോദിച്ചാൽ നമുക്ക് കിട്ടും, യാചിച്ചാൽ നമുക്ക് കിട്ടും. തീർച്ചയായും നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം, കർത്താവേ എനിക്കൊരു പ്രൊട്ടക്ഷൻ തരണം, ഒരു സംരക്ഷണം തരണം, എനിക്ക് ചുറ്റും നീ ഒരു വേലി കെട്ടണം. കർത്താവേ, ഞാൻ വായിച്ചിട്ടുണ്ട് ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയെന്ന്. നീതിമാനായ ഇയ്യോബിന് ചുറ്റും നീ വേലി കെട്ടി. കർത്താവ്, എനിക്ക് ചുറ്റും നീ ഒരു വേലി കെട്ടി തരണമേ. പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ചുറ്റും ഒരു സംരക്ഷണത്തിൻ്റെ ഭിത്തി തീർക്കണം. സംരക്ഷണത്തിൻ്റെ ഭിത്തി, ശത്രുവിൻ്റെ ഒളിയമ്പുകൾ എൻ്റെ നേരെ വന്ന് പതിയാതിരിക്കത്തക്കവണ്ണം, എൻ്റെ ചങ്കിലും തറയ്ക്കാതിരിക്കത്തക്കവണ്ണം എനിക്ക് ചുറ്റും നീ വേലി കെട്ടണം. നീ ഒരു നല്ല കനത്ത ഭിത്തി കെട്ടണം, സംരക്ഷണത്തിൻ്റെ ഭിത്തി. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് പ്രാർത്ഥന വിഷയം. കർത്താവേ, അസൂയാലുക്കളുടെ ദുഷ്ടത കൊണ്ടുവരുന്നതായ ഒളിയമ്പുകൾ എൻ്റെ ചങ്കിലൊന്നും തറയ്ക്കാതിരിക്കത്തക്കവണ്ണം നീ എന്നെ സംരക്ഷിക്കണമേ. ഏതാണ് ഈ വേലി? ഏതാണ് ഈ വേലി? ഏതാണ് വിശ്വാസിക്കുള്ള വേലി? ഏതാണ്? കർത്താവായ യേശുവിൻ്റെ തിരുരക്തം. യേശുവിൻ്റെ തിരുരക്തം ഒരു വേലി പോലെ നമ്മെ കാക്കും. ആ തിരുരക്തം നമ്മെ കാക്കും. ദുഷ്ടപിശാച് അവൻ്റെ ഭീകരമായ അസ്ത്രങ്ങൾ തൊടുത്തു വിടുമ്പോൾ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഏശാതെ വണ്ണം നമുക്ക് ചുറ്റും കർത്താവ് സംരക്ഷണത്തിൻ്റെ ഭിത്തി കിട്ടും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഭിത്തി അതുണ്ടെങ്കിൽ പേടിക്കാനില്ല. ആ തിരുരക്തത്തിൻ്റെ ഭിത്തി നഷ്ടപ്പെടാതെ നോക്കിയാൽ മതി, അതിൽ വിള്ളലുണ്ടാകാതെ നോക്കിയാൽ മതി. പാപം വരുമ്പോൾ ആ ഭിത്തിയിൽ വിള്ളലുണ്ടാകും, പാപം വരുമ്പോൾ ആ വേലി പൊളിഞ്ഞു പോകും. അതാണ് സൂക്ഷിക്കണം, എപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് കർത്താവ് ചുറ്റും ഒരു സംരക്ഷണത്തിൻ്റെ ഭിത്തി കിട്ടും. പക്ഷേ എന്നിൽ പാപം വരുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഭിത്തി പൊളിഞ്ഞു പോകും, അവിടെ ഒരു വിള്ളലുണ്ടാകും. ആ വിള്ളലിൽ കൂടി പിശാചകത്ത് കിടക്കും. ഇറങ്ങിപ്പോയ പിശാചുകളുണ്ട്. ഇറങ്ങിപ്പോയ പിശാച് ഒരു പക്ഷേ ഒരെണ്ണമായിരിക്കും, ഒരു ദുരാത്മാവായിരിക്കും, കോപത്തിൻ്റെ ദുരാത്മാവ്. അവനാണ് ഇറങ്ങിപ്പോയത്, കോപത്തിൻ്റെ ദുരാത്മാവ്. എപ്പോഴും കോപിക്കുന്ന സ്വഭാവം. ഒരു കാര്യം വേണ്ട, ഭാര്യയോട് കോപിക്കും, മക്കളോട് കോപിക്കും, മാതാപിതാക്കളോട് കോപിക്കും, കൂട്ടുകാരോട് കോപിക്കും, അല്ല പണിസ്ഥലത്ത് കോപിക്കും, ജോലി സ്ഥലത്ത് കോപിക്കും, ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസിൽ മറ്റേ ആളോട് കോപിക്കും. ഈ കോപം തന്നെ, എപ്പോഴും കോപം. വീട്ടിലാണോ ഭയങ്കര കോപം. ഈ കോപത്തിൻ്റെ ഒരു പിശാച് അത് ഇറങ്ങിപ്പോയിരുന്നു. വചനം കേട്ടു, തീരുമാനമെടുത്തു, പിശാച് ഇറങ്ങിപ്പോയി. പിശാച് ഇറങ്ങിപ്പോയ ആ ഭിത്തി കെട്ടി തന്നു. എന്നാൽ അവിടെ ഒരു പിന്നെയും ഒരു പാവം വന്നപ്പോൾ, ഏതെങ്കിലും ഒരു പാവം, അല്പം അലസത, അല്പം അശ്രദ്ധ, അല്പം ഉഴപ്പ്, അല്പം പ്രാർത്ഥനക്കുറവ്, അല്പം കൂട്ടായ്മയിൽ വരുന്ന വചനത്തോടുള്ള തീക്ഷ്ണതക്കുറവ്, ഇതെല്ലാം ഏതെങ്കിലും ഒരു പാവം വരുമ്പോഴേക്കും ഇതാ ഭിത്തിക്ക് വെള്ളിൽ വന്നു. ദൈവമക്കളോട് ആരോടെങ്കിലും ഇഷ്ടക്കുറവ്, വേലയിലൊരു അലസത, ദൈവമക്കളോട് ഒരു നീരസം, അല്ലേ ഉണ്ടല്ലോ. കർത്താവിൻ്റെ വചനം പറയുന്നതിൽ അവിശ്വാസം, ഇതെല്ലാം വരുമ്പോൾ ഈ ഭിത്തിയിൽ ഒരു വിള്ളലുണ്ടാകും. ആ വിള്ളലിൽ കൂടി കോപത്തിൻ്റെ ദുരാത്മാവ് മാത്രമല്ല വരുന്നത്, ഇപ്പോൾ അവൻ വേറെ 7 എണ്ണത്തെ കൂടെ കൂട്ടിക്കൊണ്ടുവരും. വേറെ 7 ഇതാ, ഒന്ന് മദ്യപാനത്തിന് ദുരാത്മാവ്, വേറൊന്ന് കഞ്ചാവിന് ദുരാത്മാവ്, വേറൊന്ന് മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നതിന് ദുരാത്മാവ്, വേറൊന്ന് വഴക്കിന് ദുരാത്മാവ്, വേറൊന്ന് വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്, വേറൊന്ന് അസൂയയുടെ ദുരാത്മാവ്. പല ദുരാത്മാക്കൾ 7 എണ്ണത്തെ കൂടി കൂട്ടിക്കൊണ്ടുവരും. പിന്നെ പിള്ളൽ വന്നു പോയാൽ വേറെ 7 എണ്ണം കൂടി അകത്ത് വരും. അവിടെ അവർ ഇരിപ്പുറപ്പിക്കും. കൂടുതൽ പ്രയാസമാണ്. പിന്നെ ഈ നിങ്ങൾ ഇറക്കി വിടാൻ വലിയ ബുദ്ധിമുട്ട്. ഈ 7 എണ്ണത്തെയും കൂടി ഇറക്കി വിടാൻ ബുദ്ധിമുട്ട്. ആദ്യം ഒരെണ്ണം അധികം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഈ 7 എണ്ണത്തെ കൂടി ഇറക്കി വിടാൻ ബുദ്ധിമുട്ട്. കാരണം എന്താ? ഇത് പിന്നെ എത്രയോ വലിയ അനുതാപം വന്നാലാണ് ഈ ദുഷ്ടപിശാചുക്കൾ ഇറക്കി വിടാൻ പറ്റുക. എത്രയോ കനത്ത അനുതാപം വരണം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നത് മൂലം, നിങ്ങൾ കരുതലില്ലാതെ ജീവിക്കുന്നത് മൂലം, സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്നത് മൂലം എത്രയോ ദുരാത്മാക്കൾ വിട്ടുപോയ ദുരാത്മാക്കളാണ് അകത്തേക്ക് വരുന്നത്. അകത്തേക്ക് വരുമ്പോൾ വേറെ തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 എണ്ണത്തെ കൂടി കൂട്ടിക്കൊണ്ടുവരും. തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 എണ്ണം. ദൈവത്തിന് സ്തോത്രം. ദുരാത്മാക്കൾ ഇങ്ങനെ വിഹരിക്കുകയാണ് അയാറിൽ. ഈ അയാറിൽ വിഹരിക്കുന്ന ദുരാത്മാക്കൾ, അയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ. ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ദുഷ്ടാത്മാക്കളുണ്ട്, ദുഷ്ടപിശാചുക്കൾ. ഏതെല്ലാം ദുരാത്മാക്കളാണ്? ഇതെല്ലാം വേദപുസ്തകം വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കണം. ഏതെല്ലാം ദുരാത്മാക്കൾ? ദുഷ്ടപിശാചുക്കൾ, പാവപ്പെട്ട മനുഷ്യനെ വലയ്ക്കുന്ന ദുഷ്ടാത്മാക്കൾ, മനുഷ്യനെ തകർത്ത് കളയുന്ന ദുഷ്ടാത്മാക്കൾ, അവൻ്റെ ഭാവി അടഞ്ഞു പോകത്തക്കവണ്ണം അവൻ്റെ ഭാവി ശൂന്യമാക്കുന്ന ദുരാത്മാക്കൾ. ഈ ദുരാത്മാക്കൾ നമ്മുടെ അകത്തേക്ക് കയറാതെ നാം നോക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ യൗസേപ്പിന് ബാല്യം മുതലേ ഒരു നിഷ്ഠയുണ്ടായിരുന്നു. എന്തൊക്കെയായാലും
ആരെല്ലാം പകച്ചാലും ആരെല്ലാം വെറുത്താലും അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നില്ല. അവരെ ഞാൻ ദ്വേഷിക്കുന്നില്ല, അവരെ ഞാൻ ദ്വേഷിക്കുകയുമില്ല. ഞാൻ എൻ്റെ ദൈവത്തെ നോക്കും. ദൈവത്തോടൊരു സ്നേഹം കിട്ടി, അതാ കൃപ. ദൈവത്തോടൊരു സ്നേഹം കിട്ടി. എന്തൊരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭാഗ്യശാലികളാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭാഗ്യശാലികളാണ്. വചനം കേൾക്കാൻ ഒരാഗ്രഹം വന്നല്ലോ. നിങ്ങൾ ഈ വചനം കേൾക്കാനൊന്ന് ഇടവന്നല്ലോ. നിസ്സാരമല്ലത്. എത്രയോ പേര് വചനം കേൾക്കാതെ മാറിപ്പോകുന്നു. എത്രയോ പേര് തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നു. എത്രയോ പേര് സംശയാലുക്കളായി മാറി നിൽക്കുന്നു. എത്രയോ പേര് വിരോധികളായി മാറി നിൽക്കുന്നു. എത്രയോ പേര് അസൂയാലുക്കളായി മാറി നിൽക്കുന്നു. എത്രയോ പേര് വചനം കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇല്ലേ? ലോകപ്രകാരം നല്ലവരായിരിക്കും, അവർ നീതിമാന്മാരായിരിക്കും, പക്ഷേ അവർ നിഷ്കളങ്കരമായിരിക്കും, നിരപരാധികളായിരിക്കും. ആരോ പറഞ്ഞു കൊടുത്ത ഏതോ ചില ചിന്തകളുടെ ഉള്ളത്തിൽ കടന്നു കൂടിയതുകൊണ്ട്, ഏതോ ചില സംശയ ചിന്തകളോ അവിശ്വാസ വിചാരങ്ങളോ അവരുടെ ഉള്ളത്തിൽ കടന്നു കൂടിയതുകൊണ്ട് അവർ വരുന്നില്ല. നഷ്ടം, മഹാനഷ്ടം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മഹാദ്രോഹമാണ് പലരും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലേക്ക് വന്ന് രക്ഷപ്പെടേണ്ടവരായ അനേകം ആളുകൾ, ജീവൻ്റെ സൗഭാഗ്യം അനുഭവിക്കേണ്ട അനേകം ആളുകൾ, സമാധാന മാർഗത്തേക്ക് വരേണ്ട അനേകം ആളുകൾ, നിഷ്കളങ്കരായ ആളുകൾ, അവർ വചനം കേൾക്കാൻ വരാതെ മാറി നിൽക്കുന്നു. എന്നാൽ നിങ്ങൾ വരുന്നു, നിങ്ങൾ വചനം കേൾക്കുന്നു. ഭാഗ്യമാണത്. വചനം കേൾക്കാൻ വരുന്നു, അതൊരു വലിയ ദൈവസ്നേഹമാണ്, ദൈവത്തിൻ്റെ ആകർഷണമാണ്. ഈ ആകർഷണം നിങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വചനം കേൾക്കാൻ കൂടെ വരുന്നത്. വചനം കേട്ടാലും മതി വരാതെ കൂടെ വരുന്നത്. എന്താ പറയുന്നത്? വേറൊന്നും പറയുന്നില്ല. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, വേറൊന്നും പറയുന്നില്ലല്ലോ. വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ? നോക്ക്, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേറെ ഏതെങ്കിലും വിഷയമുണ്ടോ? വലിയ തത്വജ്ഞാനമില്ല, വലിയ പാണ്ഡിത്യമില്ല, തിയോളജിക്കൽ ഫോർമുലകളില്ല, ഇല്ലേ? തിയോളജിക്കൽ വിജ്ഞാനങ്ങളില്ല, ഒന്നുമില്ല. നമ്മുടെ പ്രസംഗത്തിൽ എന്താ ഉള്ളത്? ആകെയുള്ളത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തു വീണ്ടും വരും, യേശുക്രിസ്തു രക്തത്താൽ പാപമോചനമുണ്ട്, യേശുക്രിസ്തുവിന് വരവിന് വേണ്ടി ഒരുങ്ങുവിൻ. തീർന്നില്ലേ? നമ്മുടെ പ്രസംഗം തീർന്നു. ഇതേ ഉള്ളൂ നമുക്ക് പ്രസംഗിക്കാൻ. വിഷയം ഒന്നേ ഉള്ളൂ. അപ്പോൾ ആളുകൾക്ക് തോന്നാം, ഇവിടെ പോയാൽ എന്നാ എന്ന് ഈ പാവം എന്ന് പറയും. ഇവിടെ പ്രോസ്പെരിറ്റി ഹോസ്പിറ്റലിൽ അവിടെ ചെന്നാൽ കിട്ടില്ല. ആളുകൾക്ക് ലോകപ്രകാരമുള്ള നന്മയുടെ കാര്യമൊന്നും പറയില്ല. അവിടെ ചെന്നാൽ എന്താ പറയുന്നത്? പാവം വരരുത്, നിങ്ങൾ അശുദ്ധി വരരുത്, നിങ്ങൾക്ക് ദിവ്യാഗ്രഹം വരരുത്, സ്വാർത്ഥത വരരുത്, അഹങ്കാരം വരരുത് എന്നൊക്കെയല്ലേ. ഇതല്ലേ കേൾക്കുന്നത്? ഇത് തന്നെ കേൾക്കുന്നു. എന്ത് കേൾക്കാനാ? ഇതല്ലേ ഇനി കേൾക്കാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അത് പിശാചിൻ്റെ കെണിയാണെന്ന് അവരറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സത്യമായും നിങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ അറിവല്ല, നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നലെ കിട്ടിയ ആത്മാവല്ല ഇന്ന് കിട്ടുന്നത്. ഇന്നലെ കിട്ടിയ ആത്മാവിൻ്റെ ശക്തിയല്ല ഇന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ആത്മാവിൻ്റെ കൃപയാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന് നൽവരമാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആവേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന് തീവ്രമായ ആ അധിദ്വേഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് പകരുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വന്ന് അങ്ങനെ നൃത്തം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നിങ്ങളുടെ നാവിൽ കൂടി ഇങ്ങനെ പ്രസരിക്കുകയാണ്, നാവിൽ കൂടി ഒഴുകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളിലൂടെ പ്രവഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഓരോ പ്രാവശ്യവും പുതിയ ശക്തി, പുതിയ അനുഭവം ലഭിക്കുകയാണ്. പറഞ്ഞത് ഇന്നലെ കേട്ടത് തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് ജീവിതത്തിൽ നിഷ്ഠയുള്ളതിനായി വളർന്നു. ആരോടും പരാതിയില്ല. ഈ അസൂയ മൂത്ത് യൗസേപ്പിൻ്റെ സഹോദരന്മാർ ഒരു അവസരം കിട്ടിയപ്പോൾ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പക്ഷെ അവരൊരു കാര്യം ചെയ്തിരുന്നു. അവൻ അപ്പനുണ്ടാക്കിച്ച് കൊടുത്ത ഉടുപ്പ് അവർ പിടിച്ച് അവൻ ഊരിയെടുത്തു. അവൻ്റെ ശരീരത്തിൽ അപ്പനുണ്ടാക്കിയിരുന്ന പുതിയ ഉടുപ്പുണ്ടല്ലോ, അത് അവരെ മാറ്റി വെച്ചിട്ടാണ് അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടത്. പാവം പൊട്ടക്കിണറ്റിൽ വീണ്. എന്തിനെ തള്ളിയിട്ടത് അവനെ അറിയാൻ പാടില്ല. എന്ത് കാര്യത്തിന് എന്നെ തള്ളിയിട്ട്? ഞാൻ ആർക്കും ദ്രോഹം ചെയ്തില്ലല്ലോ. എന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത് എന്തിന്? ഒരു ദ്രോഹം ചെയ്യാത്ത എന്നോട് ഇവരെങ്ങനെ പ്രവർത്തിക്കാൻ എന്താ കാര്യം? അവൻ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തിന് ഇത്? ഒരു സഭയ്ക്കും എതിരല്ല, ഒരു സമുദായത്തിനെതിരല്ല. സഭ മാറാൻ പറയുന്നില്ല, ആരോട് പൈസ ചോദിക്കുന്നില്ല. പിന്നെ എന്താ എതിര്? പിടികിട്ടുന്നില്ല. പിന്നെ എന്തിനെതിരെ? ഒരു സഭയും മാറാൻ പറയുന്നില്ല. പുതിയ സഭ ഉണ്ടാകുന്നില്ല. മതം മാറ്റമില്ല, മനമാറ്റമേ ഉള്ളൂ. സഭാമാറ്റമില്ല, ഹൃദയപരിവർത്തനമേ ഉള്ളൂ. ഹൃദയപരിവർത്തനം. പിന്നെ ആരോടെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടോ? നെവർ. ഉണ്ടായിട്ടില്ല, ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല. പിന്നെ വേറെ എന്താ ഉള്ളത്? പുതിയ സഭ ഉണ്ടാകുമോ? നെവർ. ഉണ്ടാവില്ല, ഉറപ്പ്. പിന്നെ എന്താണ്? പിന്നെ എന്തിനാ ഈ എതിർപ്പ്? ഇന്ന് എതിർപ്പ് എന്തിനാണ്? അതിന് മറുപടി അത് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. അന്ധകാരശക്തിയുടെ എതിർപ്പാണ്.
ഇരുളിനോടുള്ളതായ ആ ഭീകരമായ വലയത്തോടുള്ളതായ ആ ശക്തിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടു പോരുന്നു. അതുകൊണ്ട് ഇരുളിൻ്റെ എതിർപ്പാണ്, അന്ധകാരത്തിൻ്റെ എതിർപ്പാണ്. ഈ സഹോദരന്മാരെ 11 പേരിലും അവരിൽ അന്ധകാര ശക്തി കടന്നുകൂടി അവരെ വശീകരിച്ചിരിക്കുന്നു. യൗസേപ്പിൻ്റെ സഹോദരന്മാരിൽ പിശാചുക്കൾ കടന്നുകൂടിയിരിക്കുന്നു. അവർക്ക് അവരുടെ അകത്തുള്ള പിശാചിനറിയാം. സഹോദരന്മാർക്ക് അറിഞ്ഞുകൂടെ അവരുടെ അകത്തുള്ള പിശാചിനറിയാം. യൗസേപ്പ് ഇന്നത്തെ യൗസേപ്പല്ല, ഭാവിയിൽ ഏറ്റവും പരിഷ്കൃത സമൂഹമായ, ഏറ്റവും സംസ്കാര സമ്പന്നമായ ഈജിപ്തിൻ്റെ അധികാര കസേരയിൽ ഇരിക്കാനുള്ളവനാണ്. അവർക്കറിയാം. ആർക്ക്? പിശാചുക്കൾക്കറിയാം. ചേട്ടന്മാർക്കൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് പിശാചുക്കൾ അവർക്ക് കൊടുത്ത ധാരണ ഇതാണ്: ഇവനെ നശിപ്പിക്കണം. ഇവൻ ഏതാനും നാളുകൾക്കകം മിസ്രയീം കൊട്ടാരത്തിലിരിക്കും. ഇവൻ മിസ്രയീം കൊട്ടാരത്തിലെ ഫറവോൻ്റെ ഏറ്റവും വിശ്വസ്തനായി നിൽക്കും. ഇവൻ മിസ്രയീമിലെ പ്രധാനമന്ത്രിയായി നിൽക്കും. അറിയാം, പിശാചിനറിയാം. അതുകൊണ്ട് പിശാചുക്കൾ ചേട്ടന്മാരെ വശീകരിച്ചു. പിശാചുക്കൾ ചേട്ടന്മാരെ അവരുടെ ഏജൻറ്റന്മാരാക്കി. പിശാചുക്കളുടെ കളിപ്പാവകളായ ചേട്ടന്മാർ തീർന്നുപോയി. അതുകൊണ്ടാണ് യൗസേപ്പിനെ ഉപദ്രവിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവമക്കൾക്കെതിരായ അപവാദ പ്രചാരണം? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വിശുദ്ധന്മാർക്കെതിരായ അപവാദ പ്രചാരണം? ദൈവത്തിൻ്റെ വിശ്വാസികൾക്കെതിരായുള്ള എതിർപ്പുകൾ എന്തുകൊണ്ടാണ്? ദുഷ്ടപിശാചുക്കൾ ചിലരെ കൈയടക്കി അവരിൽ വസിച്ചുകൊണ്ട് ദൈവമക്കൾ തകർക്കാൻ ശ്രമിക്കുന്നു. അന്ധകാര ശക്തിക്ക് വെളിച്ചത്തോടുള്ള ഭയങ്കരമായ എതിർപ്പാണ് കാരണം. അന്ധകാരവും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം, അന്ത്യക്രിസ്തുവും സാക്ഷാൽ ക്രിസ്തുവും തമ്മിലുള്ള യുദ്ധം. പ്രിയപ്പെട്ടവരെ, പിശാചും ദൈവവും തമ്മിലുള്ള ഈ യുദ്ധം അതാണ് നടക്കുന്നത്. അതാണ് ആയാറിൽ നടക്കുന്ന യുദ്ധം. കേൾക്കൂ, യൗസേപ്പിനെ തകർക്കാനൊരു ശ്രമിച്ചു, പൊട്ടം കിട്ടി തള്ളിയിട്ടു. അപ്പോൾ യുവേന് തോന്നി, മൂത്ത ചേട്ടനുണ്ട്, യുവേന് തോന്നി, എന്തിനാ കൊച്ചനെ കൊല്ലുന്നത്? വേണമെങ്കിൽ അവനെ വല്ല ഉപദ്രവിക്കുക ചെയ്യാം, വല്ലത് എന്തിനു കൊല്ലണം? രൂപയും പറഞ്ഞു നോക്കി. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവനിവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് നരകിച്ച് ചാവട്ടെ. നോക്കണേ, എന്തൊരു തോന്നൽ പ്രിയപ്പെട്ടവരെ. ഈ കിരാത ഹൃദയം, കാട്ടാള മനസാക്ഷി, അത് പിശാച് കൊടുക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ്. അവരെ പിശാചിനിടം കൊടുത്തു. പക്ഷേ പണം കിട്ടുമെന്നായപ്പോൾ അവർക്ക് മനം മാറി. കാരണം കച്ചവടക്കാർ പോകുന്നു, അടിമക്കച്ചവടക്കാർ. അന്നൊക്കെ അടിമക്കച്ചവടമുണ്ട്. ആളുകളെ അടിമകളാക്കി, നമ്മൾ കന്നുകാലികളെ വയലിൽ പോയി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്നില്ലേ, എന്നതുപോലെ അടിമകൾ, മനുഷ്യരെ അടിമകളാക്കി കൊണ്ടുപോകുന്ന കാലം. ഒരു കൂട്ടം അടിമക്കച്ചവടക്കാർ പോകുന്നു, ഇസ്മായിലിലെ കച്ചവടക്കാർ. അവർ പോവുകയാണ്. അപ്പോൾ ചേട്ടന്മാർക്ക് തോന്നി, ഈ കൊച്ചനെ പിടിച്ച് കൊടുത്താൽ കിട്ടുന്ന പൈസ കയ്യിലാക്കാമല്ലോ, എന്തിനാ കൊന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ, ഇതാണെങ്കിൽ 10 പൈസ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അവർ യൗസേപ്പിനെ വലിച്ചെടുത്തു, പൊക്കി. ദേഹത്തൊക്കെ ഇങ്ങനെ ചെളിയും പാവം ഈ ശരീരാസകലം കീറി മുറിഞ്ഞ് ചോരയൊക്കെ ഒഴുകി. ഇങ്ങനെ യൗസേപ്പ് അവർ കൊണ്ട് നിർത്തി ചെളിയും ചോരയൊക്കെ തുടച്ച് കളഞ്ഞിട്ട് യൗസേപ്പിനെ വിറ്റു. പാവം യൗസേപ്പ് ഏങ്ങലടിച്ച് കരഞ്ഞു, എന്നെ വിടല്ലേ, അയ്യോ എന്നെ വിടല്ലേ, എന്നെ വിട്ടുകൊടുക്കല്ലേ, ഞാൻ നിങ്ങൾ പറയും എന്തും അനുസരിച്ചോളാം, എന്നെ കൊല്ലല്ലേ, എന്നെ വിടല്ലേ, ഞാൻ ഇനി നിങ്ങളെ കാണില്ലല്ലോ പറഞ്ഞു നോക്കി. പാവം യൗസേപ്പ് അത്ര കരഞ്ഞിട്ടും അവർ ഗവനിച്ചില്ല. കച്ചവടക്കാരനെ കൊണ്ടുപോയി. പക്ഷേ അവർ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. ഈ അടിമകൾക്ക് ഇങ്ങനെയുണ്ട്, അടിമകൾക്ക് ചൂടടയാളം വയ്ക്കും. ചൂടടയാളം ഈ അടിമയുടെ തുടയിൽ ഈ ഇരുമ്പ് ഒഴിപ്പിച്ച് വയ്ക്കും. ഇരുമ്പ് ഒഴിപ്പിച്ച് വയ്ക്കുമ്പോൾ നല്ല പഴുത്ത ഇരുമ്പ് ശരീരത്തിലേക്കുമ്പോൾ ഈ പച്ച ശരീരത്തിൽ ഇരുമ്പ് പഴുത്ത ഇരുമ്പ് വയ്ക്കുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ഉരുകി ഒലിച്ച് അവിടെ പൊള്ളും. ഇത്തിരി കഴിയുമ്പോൾ അവിടെ നല്ല അടയാളം ഉണ്ടാകും, മാറാത്ത അടയാളം. ഒരിക്കലും അടയാളം മാറില്ല. അടിമയാണ് എന്നുള്ള അടയാളം, ചൂടടയാളം. ഈ ചൂടടയാളം വെച്ച് യൗസേപ്പ് പൊളഞ്ഞ് വേദനിക്കുമ്പോൾ ഒരു കരുണയുമില്ലാതെ അവർ വലിച്ച് യൗസേപ്പിനെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോഴെല്ലാം യൗസേപ്പിന് ദൈവത്തിന് കൃപയുണ്ടായിരുന്നു, കൂടെ ദൈവകൃപയുണ്ടായിരുന്നു. എന്തൊരു ഭാഗ്യം! വേദനിച്ച് പൊളയുമ്പോഴും, യാതനയിൽ പെടയുമ്പോഴും, ദുഃഖത്തിൽ അമരുമ്പോഴും ഒരു കൃപ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. രോഗത്തിൻ്റെ പീഡയിൽ വലയുമ്പോഴും, കടത്തിൽ വീർപ്പുമുട്ടുമ്പോഴും ഒരു കൃപയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഒരു പരീക്ഷ തോറ്റു, കിട്ടിയില്ല. അടുത്ത പരീക്ഷയായി, അതും കിട്ടിയില്ല. എന്തായാലും കൃപയുണ്ട്, മതി കർത്താവേ, മതി. ഭർത്താവ് വല്ലാതെ പീഡിപ്പിക്കുന്നു, അടിക്കുന്നു, മർദ്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശരീരമാസകലം വിണ്ട് കീറുന്നു, ചിലപ്പോൾ അടിവയറ്റിലേക്ക് തൊഴിക്കുന്നു. ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറ്റിലേക്ക് തൊഴിക്കുന്നു. പാവം അവൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ ഒന്ന് പിടച്ച് വീണതാണ്. ഡോക്ടർ പറയാൻ പറ്റുമോ എൻ്റെ ഭർത്താവ് എൻ്റെ അടിവയറ്റിലേക്ക് തൊഴിച്ചതെന്ന് പറയാൻ പറ്റുമോ?
പാവം ഭാഗ്യവശാൽ കുഞ്ഞിനൊന്നും പറ്റിയില്ല. അടിയും തൊഴിയുമായിട്ട് പിടയുന്നു. അപ്പോഴൊരു കൃപയുണ്ട്, ഒരു കൃപയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ സ്നേഹമുണ്ടായിരുന്ന ഒരു ശത്രുക്കളായിത്തീരുന്നു. പ്രശ്നങ്ങളുണ്ടാകുന്നു, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നു, വരുമാനമില്ല, ഇന്ന് കടമാണ്. പക്ഷെ ഒരു കൃപയുണ്ട്. സ്തോത്രം. ഒരു കൃപ പോരെ, പോരെ ദൈവജനമേ, പോരെ. മതി കർത്താവേ, കൃപ മതി. എന്തെല്ലാം വന്നാലും നിൻ്റെ കൃപ മതി. എന്തെല്ലാം സംഭവിച്ചാലും നിൻ്റെ കൃപ മതി. നിൻ്റെ സാന്നിധ്യം മതി കർത്താവേ. നിൻ്റെ കൃപയുടെ കരുവിനെ തൊട്ടാൽ മതി, കൃപയുടെ കരുവിനെ തലോടിയാൽ മതി. വേറെ ഒന്നും വേണ്ട കർത്താവേ, വേണ്ട, വേറെ ഒന്നും വേണ്ട യേശുവേ. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ കർത്താവേ, ഈ ലോകത്ത് ഏതെല്ലാം ആപത്തുകൾ വന്നാലും, ഈ ലോകത്ത് രോഗങ്ങൾ വന്നാലും, ഈ ലോകത്ത് പൈസയ്ക്ക് ഞെരുക്കം വന്നാലും, ഈ ലോകത്ത് പട്ടിണിയാണെങ്കിലും കർത്താവേ, ഈ ലോകത്ത് ഒരിക്കലും തീരാത്ത ദുഃഖങ്ങളും തോരാത്ത കണ്ണീരുമാണെങ്കിലും കർത്താവേ, കൃപ മതി കർത്താവേ, കൃപ. നിൻ്റെ കൃപ എന്നോട് കൂടി ഉണ്ടായിരിക്കണമേ. ആ തിരക്തത്തിൻ്റെ ആ അടയാളം എന്നത് മാഞ്ഞു പോകല്ലേ. നീ എനിക്ക് തന്ന തിരക്തത്തിൻ്റെ അടയാളം എനിക്ക് മാഞ്ഞു പോകല്ലേ. മതി കർത്താവേ, അത് എനിക്ക് മതി. നിങ്ങൾ സമർപ്പിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുമോ? കൃപയുടെ ഉടയവനോട് നിങ്ങൾ അപേക്ഷിക്കുമോ? കർത്താവേ, നിൻ്റെ കൃപ എന്നോട് ഉണ്ടായിരിക്കണമേ. യൗസേപ്പിനോടുകൂടെ നിന്ന കൃപ എന്നെ വലയം ചെയ്യണമേ. ആ കൃപയെ എന്നെ അനുഗ്രഹിക്കണമേ. ആ കൃപയെ എന്നെ ഉയർത്തണമേ. ആ കൃപയെ എന്നെ വളർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം, കൃപയുടെ ദൂതുകൾക്കായി സ്തോത്രം, കൃപയുടെ സന്ദേശങ്ങൾക്കായി സ്തോത്രം, കൃപയുടെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം, കൃപയുടെ നാഥം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം. നാഥ, ഞങ്ങൾ തൃപ്പാദം മൊത്തട്ടെ, ആണിപ്പാടുള്ള പാദം ഞങ്ങൾ മൊത്തട്ടെ, ആ തിരക്തം ഞങ്ങൾ ചുംബിക്കട്ടെ. കർത്താവേ, നിൻ്റെ മുറിവുകളെ ഞങ്ങൾ തഴുകട്ടെ. കർത്താവേ, ഞങ്ങൾ നിൻ്റെ പിന്നാലെ വരട്ടെ. ഞങ്ങളെയും കൈക്കൊള്ളണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അത് രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.